1979 സദ്ദാം ഹുസൈൻ ഇറാഖിന്റെ പ്രസിഡന്റാണിപ്പോൾ. 42-ാം വയസ്സിൽ കൈവന്ന പദവി. അതോടെ സദ്ദാം ഹുസൈൻ ഇറാഖും താനും ഒന്നാണെന്നൊരു പ്രതിച്ഛായ വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുത്തു. ഇറാഖ് എന്നാൽ സദ്ദാം ഹുസൈൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. തിരിച്ച് സദ്ദാം ഹുസൈൻ എന്നാൽ ഇറാഖ് എന്നും. സദ്ദാം ഹുസൈന്റെ 20 അടി പൊക്കമുള്ള പ്രതിമകളും പോസ്റ്ററുകളും രാജ്യമെമ്പാടും നിറഞ്ഞു. ജനങ്ങളും ബാത്ത് പാർട്ടിയുടെ പ്രവർത്തകരും മാത്രമല്ല, മന്ത്രിസഭയിലെ അംഗങ്ങളായ ബാത്ത് പാർട്ടി നേതാക്കൾ വരെ സദ്ദാമിനെ ഭയന്നു. ഇറാഖിലെ ജനങ്ങൾക്കിടയിൽ താൻ എന്തൊക്കെയോ ആണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ പരിശ്രമം സദ്ദാം നടത്തി. ചിലപ്പോൾ രാജ്യത്തിനോടും ജനങ്ങളോടും സ്നേഹമുള്ള ഒരു യുവ പണ്ഡിതനായി സ്വയം അവതരിപ്പിച്ചു. മറ്റു ചിലപ്പോൾ മരുഭൂമിയിൽ തന്റെ കുതിരപ്പുറത്തേറി സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു യോദ്ധാവായി. അതുമല്ലെങ്കിൽ ഭംഗിയുള്ള വട്ടത്തൊപ്പി ധരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അഭിമാനമുയർത്താൻ യജ്ഞിക്കുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനായി. അങ്ങനെ മനഃപൂർവ്വം തിരഞ്ഞെടുത്ത ആകർഷകമായ രൂപങ്ങളിൽ സദ്ദാം ഹുസൈനും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും ഇറാഖിൽ എവിടെയും പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ സൗമ്യവും ധീരവുമായ മുഖഭാവം പുറംമോടി മാത്രമായിരുന്നു. ഉള്ളിലെ സ്വേച്ഛാധിപതി സദ്ദാമിന്റെ എല്ലാ ഇടപാടുകളെയും നിയന്ത്രിച്ചു. ഇറാഖിലെ ഷിയകളിൽ ഭൂരിപക്ഷത്തെയും ഇറാനിലേക്ക് ഓടിച്ചുവിട്ടത് സദ്ദാമിന്റെ തീരുമാനമനുസരിച്ചാണ്. അവരെ മാത്രമല്ല, ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെയും ജീവിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കി. ആയിരങ്ങൾ കൊല്ലപ്പെട്ടു. കുർദ് ഗ്രാമങ്ങൾ ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തു. സദ്ദാം ഹുസൈൻ ഇറാഖിന്റെ പ്രസിഡന്റായ 1979 അയൽ രാജ്യമായ ഇറാനിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുകയായിരുന്നു. 1941 മുതൽ ഇറാനിന്റെ ഷാ ആയിരുന്ന മുഹമ്മദ് റാസ ഫലവി ഇറാൻ വിട്ട് മറ്റൊരു രാജ്യത്ത് അഭയം തേടി. അവിടെ അയത്തുള്ള ഖൊമൈനി എന്ന മതപുരോഹിതന്റെ അനുയായികൾ ഒരു പുതിയ ഭരണവ്യവസ്ഥ രൂപപ്പെടുത്തുകയാണ്. ഇസ്ലാമിക മതരാഷ്ട്രമാണ് ഖൊമൈനി രൂപപ്പെടുത്തുന്നതെങ്കിലും അദ്ദേഹം ഷിയ മുസ്ലിങ്ങളുടെ പ്രതിനിധിയാണ്. സുന്നി അറബ് വികാരം പേറുന്ന ബാത്തിസ്റ്റ് പാർട്ടിയും സദ്ദാം ഹുസൈനും ഷിയാകളെ അനുഭാവപൂർവമല്ല കാണുന്നത്. ഇരുവിഭാഗവും അകൽച്ച പാലിക്കുന്നു, പരസ്പരം സംശയത്തോടെ കാണുന്നു. ഇതിനു പുറമെ ഇരു രാജ്യങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങളുമുണ്ട്. നദികളുടെ അവകാശത്തെ ചൊല്ലിയും തർക്കങ്ങൾ നിലനിൽക്കുന്നു. തർക്കസ്ഥലങ്ങൾ ഇരു രാജ്യങ്ങളും തുല്യമായി പങ്കിട്ടെടുക്കാമെന്ന വ്യവസ്ഥയിൽ ഏറെക്കാലം അവർ മുന്നോട്ടുപോയി. അപ്പോഴാണ് ബാത്തിസ്റ്റ് സർക്കാർ ഇറാഖിൽ അധികാരത്തിൽ വരുന്നത്. അവർ തർക്കപ്രദേശങ്ങളുടെ പൂർണ്ണമായ അവകാശം ഇറാഖിനാണെന്ന് വാദിച്ചു. ഇറാൻ അത് അംഗീകരിച്ചില്ല. മാത്രമല്ല, അതുവരെ നിലനിന്നിരുന്ന കരാറിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. ഇറാഖിന് ആ പിന്മാറ്റം ഗുണകരമായിരുന്നില്ല. ബാത്തിസ്റ്റ് സർക്കാരിന്റെ അടിച്ചമർത്തലിന് വിധേയരായ ഇറാഖിലെ കുർദുകൾക്ക് ഇറാൻ സഹായം നൽകി തുടങ്ങി. അന്നത്തെ ഇറാൻ സർക്കാരുമായി സൗഹൃദത്തിലായിരുന്ന അമേരിക്കയും കുർദുകളെ സഹായിച്ചു. ഈ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി സദ്ദാം വീണ്ടും പഴയ ഉടമ്പടിയിലേക്ക് മടങ്ങി. ഒരു അന്താരാഷ്ട്ര മധ്യസ്ഥതയിൽ ഇറാനിലെ ഷാ ആയിരുന്ന മുഹമ്മദ് റാസ ഫലവിയെ സമീപിച്ചു. അങ്ങനെ വീണ്ടും ആ പ്രദേശങ്ങൾ തുല്യമായി പങ്കിട്ടെടുക്കുകയും കുർദുകളെ സഹായിക്കുന്നതിൽ നിന്ന് ഇറാൻ പിന്മാറുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ പാടെ മാറിയിരിക്കുന്നു.
ഇറാനിൽ പഴയ ഭരണ സംവിധാനം നിലവിലില്ല. ഇറാൻ അമേരിക്കയുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലുമാണ്. ഇറാനിന്റെ പഴയ ഷാ മുഹമ്മദ് റാസ ഫലവിക്ക് അഭയം കൊടുത്ത അമേരിക്കയെ അയത്തുള്ള ഖൊമേനി സാത്താൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ചികിത്സയ്ക്കായി അമേരിക്കയിലെത്തിയ ഇറാനിന്റെ മുൻ പ്രസിഡന്റ് മുഹമ്മദ് റാസ സലഫിയെ വിചാരണയ്ക്കായി വിട്ടുകിട്ടണമെന്നാണ് ഇറാന്റെ ആവശ്യം. അത് സാധ്യമല്ലെന്ന നിലപാടിൽ അമേരിക്ക ഉറച്ചു നിൽക്കുകയാണ്. ഇറാന്റെ പുതിയ ഭരണാധികാരികളും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഇങ്ങനെ രൂക്ഷമായിരിക്കുന്നതിനിടെ ഇറാനിലെ അമേരിക്കൻ എംബസി ഖൊമേനിയുടെ അനുയായികളായ ഒരു കൂട്ടം വിദ്യാർത്ഥികളും യുവാക്കളും ആയുധങ്ങളുമായി വളഞ്ഞു. എംബസി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവരുടെ തടവിലായി. അവരുടെ സുരക്ഷിതമായ മോചനത്തിനു വേണ്ടി ഇറാനിലെ സർക്കാർ ഒന്നും ചെയ്തില്ല. ലോകരാജ്യങ്ങൾ പല മാർഗങ്ങളിലൂടെയും ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു. രൂക്ഷമായ സംഘർഷമാണ് നിലനിൽക്കുന്നത്. അമേരിക്ക ഒരു വമ്പൻ സാത്താനാണെങ്കിൽ സോവിയറ്റ് യൂണിയൻ ചെറുകിട സാത്താൻ തന്നെയാണെന്നാണ് ഖൊമേനിയുടെ അഭിപ്രായം. ഖൊമേനിയുടെ ആ വാക്കുകൾ ലോകത്തെങ്ങുമുള്ള മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ സോവിയറ്റ് യൂണിയനും ഇറാനിലെ അയത്തുള്ള ഖൊമേനി സർക്കാരിനെ പിന്തുണയ്ക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് സദ്ദാം ഹുസൈൻ കണക്കുകൂട്ടി. ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇറാഖിന്റെ അതിർത്തി കടന്ന് ഇറാനിന്റെ എണ്ണക്കിണറുകൾ ലക്ഷ്യമാക്കി ഒരു സൈനിക നീക്കം നടത്താൻ സദ്ദാം ഹുസൈൻ തീരുമാനിച്ചു. അദ്ദേഹം ആ തീരുമാനം രഹസ്യമായി വച്ചിരിക്കുകയായിരുന്നു. ഇറാഖിന് ഇറാനുമായി ഒരു പ്രശ്നവുമില്ലെന്നാണ് ഖൊമേനി ഇറാന്റെ അധികാര നിയന്ത്രണം ഏറ്റെടുത്ത ആദ്യ നാളുകളിൽ സദ്ദാം ഹുസൈൻ പരസ്യമായി പറഞ്ഞുകൊണ്ടിരുന്നത്. അതിർത്തിയിൽ ചെറിയ സംഘർഷങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നു മാത്രം. എന്നാൽ തന്റെ മനസ്സിൽ എന്താണെന്ന കാര്യം ഐക്യരാഷ്ട്രസഭയിലെ ഇറാഖ് അംബാസഡർ സലാ ഒമർ അൽ അലിയുമായി നടന്ന ഒരു സ്വകാര്യ കൂടിക്കാഴ്ചയിൽ സദ്ദാം വെളിപ്പെടുത്തി. മാസങ്ങൾക്കുള്ളിൽ താൻ ഇറാനിന്റെ ഒരു വലിയ ഭാഗം പിടിച്ചെടുക്കുമെന്നാണ് വെളിപ്പെടുത്തൽ. അതൊരു യുദ്ധമായി മാറും. യുദ്ധത്തിൽ അമേരിക്കയുടെയും മറ്റുള്ള പാശ്ചാത്യ ശക്തികളുടെയും പിന്തുണ നേടിയെടുക്കാനുള്ള ചുമതല സദ്ദാം സലാ ഒമറിന് നൽകുകയായിരുന്നു. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഇറാനുമായി ദീർഘമായ ഒരു യുദ്ധത്തിന് തന്നെയാണ് സദ്ദാമിന്റെ പുറപ്പാട്. അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. 90% ഷിയ മുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് ഇറാൻ. ഇത്രകാലം അവിടെ ഏതാണ്ട് മതേതരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആധുനിക രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ ഷിയാകളുടെ ഭരണമാണ്. ഷിയ മുസ്ലിങ്ങളുടെ ആത്മീയാചാര്യനാണ് അയത്തുള്ള ഖൊമേനി. നേരെ തിരിച്ചാണ് ഇറാഖിലെ അവസ്ഥ. സുന്നി മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ബാത്തിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് ഇറാഖ്. ഇറാഖി ജനസംഖ്യയിൽ 60% ഷിയ മത അനുയായികളാണെന്നതാണ് വാസ്തവം. സുന്നികൾ നിയന്ത്രിക്കുന്ന ബാത്തിസ്റ്റ് പാർട്ടിയും സദ്ദാം ഹുസൈന്റെ ഭരണകൂടവും ഷിയ മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരായാണ് കാണുന്നത്. അവരെ അടിച്ചമർത്തിയിരിക്കുകയാണ് ഇറാഖിൽ. ഈ സാഹചര്യം മാറുമെന്നും അയൽ രാജ്യത്തെ ഷിയ ഭരണകൂടം തനിക്കെതിരെ പ്രവർത്തിക്കുമെന്നും സദ്ദാം ഭയപ്പെട്ടു.
മുമ്പ് ഷായുടെ ഇറാനിൽ നിന്നും രാഷ്ട്രീയ അഭയം തേടി അയത്തുള്ള ഖൊമേനി കുറച്ചുകാലം ഇറാഖിൽ കഴിഞ്ഞിരുന്നു. അന്ന് ബാത്തിസ്റ്റ് സർക്കാരിനെതിരെ ഖൊമേനി ഇറാഖിലെ ഷിയാകളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ച ചരിത്രവുമുണ്ട്. അക്കാലത്ത് സദ്ദാം ഹുസൈൻ ഖൊമേനിയുമായി തെറ്റി. പക്ഷേ മതസമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം ഭയന്ന് അയത്തുള്ള ഖൊമേനിയെ ശിക്ഷിക്കാൻ സദ്ദാം ധൈര്യപ്പെട്ടില്ല. അതിനു പകരമായി ഖൊമേനിയെ അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം നൽകാൻ തയ്യാറായ ഫ്രാൻസിലേക്ക് പോകാൻ സദ്ദാം അനുവദിക്കുകയായിരുന്നു. ഇപ്പോൾ ഷിയ മുസ്ലിങ്ങളുടെ ആത്മീയാചാര്യനായ അയത്തുള്ള ഖൊമേനി നേതൃത്വം നൽകുന്ന ഇറാനിലെ ഭരണകൂടത്തെ സദ്ദാം ഹുസൈൻ എങ്ങനെ പേടിക്കാതിരിക്കും? 1980 സെപ്റ്റംബർ 22 സദ്ദാം ഹുസൈന്റെ സൈന്യം യുദ്ധസന്നാഹങ്ങളുമായി ഇറാഖിന്റെ അതിർത്തി കടന്നു. തെഹ്റാനിലെ മെഹ്റബാബ് എയർപോർട്ടാണ് അവരാദ്യം ആക്രമിച്ചത്. തുടർന്ന് ഇറാനിലെ എണ്ണഖനികൾ നിറഞ്ഞ ഖൂസാസ്ഥാനിലേക്ക് കടന്നു. ആ പ്രവിശ്യ ഇനി മുതൽ ഇറാഖിന്റേതായിരിക്കുമെന്ന് സദ്ദാം ഹുസൈൻ പ്രഖ്യാപിച്ചു. ഖൂസാസ്ഥാൻ സദ്ദാം ഹുസൈനെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷയുള്ള അറബ് വംശജർ താമസിക്കുന്ന ഒരു പ്രവിശ്യയാണ്. സദ്ദാം ഹുസൈന്റെ നീക്കത്തിന് മധ്യേഷ്യയിലെ മിക്ക അറബ് രാജ്യങ്ങളുടെയും പിന്തുണ ഉണ്ടായിരുന്നു. അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം തുടങ്ങിയിരുന്നെങ്കിലും ഇങ്ങനെ ഒരു കടന്നുകയറ്റം ആ സമയത്ത് ഇറാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ആദ്യം അവർ ഒന്ന് പതറി. ആ പ്രദേശത്തുള്ള എണ്ണഖനികൾ പലതും ഇറാഖി സൈനികരുടെ നിയന്ത്രണത്തിലായി. പക്ഷേ അബദനിലെ പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണശാല പിടിച്ചെടുക്കാനുള്ള ഇറാഖിന്റെ ശ്രമം വിജയിച്ചില്ല. 1980 ഡിസംബർ ആയപ്പോഴേക്കും ഇറാന്റെ 80 മുതൽ 120 വരെ കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് പലയിടത്തും ഇറാഖ് സൈന്യമെത്തി. എന്നാൽ അപ്രതീക്ഷിതമായി ഇറാഖിന് ഇറാന്റെ ശക്തമായ പ്രതിരോധം നേരിടേണ്ടി വന്നു. എങ്കിലും പിൻവാങ്ങാത്ത ഇറാഖി സൈന്യം പിടിച്ചുനിന്നു. ഇറാൻ അവരുടെ ജനകീയ സൈന്യത്തെ മുന്നിലിറക്കിക്കൊണ്ട് ശക്തമായ പ്രതിരോധവും തുടർന്നു. ഇറാനിലെ പഴയ ഷാ സർക്കാരിലെ സൈനിക മേധാവികളെ സദ്ദാം ഇറാഖിലേക്ക് ക്ഷണിച്ചു വരുത്തി. അവരിൽ പലരും ഇറാനിൽ നിന്നും രാഷ്ട്രീയ അഭയം തേടി പാശ്ചാത്യ രാജ്യങ്ങളിൽ എത്തിയവരായിരുന്നു. ഇറാനെതിരായുള്ള യുദ്ധത്തിൽ സദ്ദാമിന് സഹായം നൽകാൻ പാശ്ചാത്യ രാജ്യങ്ങളും ഒരുക്കമാണ്. സൗദി അറേബ്യ $20 ബില്യൺ ഇറാഖിന് സഹായമായി നൽകി. തുടക്കത്തിൽ ഖത്തറിന്റെ സഹായവും ഇറാഖിനായിരുന്നു. അറബ് ദേശീയത പേറുന്ന രാജ്യങ്ങളെല്ലാം ഇറാഖിന്റെ ചേരിയിൽ അണിനിരന്നു. ഇറാനിലെ ഖൊമേനി വിപ്ലവത്തിൽ നിന്നും അറബ് ലോകത്തെ സംരക്ഷിക്കാൻ അവതരിച്ച രക്ഷകന്റെ പരിവേഷം അറബ് രാജ്യങ്ങൾ സദ്ദാം ഹുസൈന് നൽകി. തുടക്കത്തിൽ സോവിയറ്റ് യൂണിയൻ ഇറാഖിനെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല. ഇറാഖിലെ കമ്മ്യൂണിസ്റ്റുകാരോട് സദ്ദാം ചെയ്ത ക്രൂരതകൾ ഓർത്തുകൊണ്ടാണ് താൻ ഇറാഖിനെ സഹായിക്കാൻ മടിക്കുന്നതെന്ന് സോവിയറ്റ് നേതാവ് ബ്രഷ്നേവ് അവകാശപ്പെട്ടു. സദ്ദാം ഹുസൈൻ അമേരിക്കയുടെ സഹായം തേടിയതും അമേരിക്ക സദ്ദാമിനെ സഹായിക്കാൻ തയ്യാറായതുമായിരിക്കാം സോവിയറ്റ് യൂണിയനെ പെട്ടെന്ന് ഇറാഖിൽ നിന്നും അകറ്റിയത്. സോവിയറ്റ് യൂണിയനെ പിന്തുണയ്ക്കുന്ന സോഷ്യലിസ്റ്റ് ചേരി ഈ ഘട്ടത്തിൽ സദ്ദാം ഹുസൈൻ പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങളുടെ ഒരു ഏജന്റാണെന്ന് സംശയിച്ചു തുടങ്ങി. ഇരുഭാഗത്തുമുള്ള ആളുകൾ പരമാവധി തന്ത്രങ്ങൾ മെനഞ്ഞു. ഇറാന് ആയുധങ്ങൾ നൽകി സഹായിക്കാനും പിന്തുണ നൽകാനും സിറിയയും ലിബിയയും തയ്യാറായി. ഓരോ രാജ്യങ്ങൾക്കും പക്ഷം പിടിക്കാൻ അവരവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു. ഇറാനും ഇറാഖും
പരസ്പരം ഏറ്റുമുട്ടുന്നതിനൊപ്പം ആഭ്യന്തര കലഹമുണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇറാഖിലെ കുർദുകളെ ഉപയോഗിക്കാൻ ഇറാൻ ശ്രമിച്ചു. ഖൂജിസ്ഥാനിലെയും ബലൂചിസ്ഥാനിലെയും അറബികളെ ഇറാനെതിരെ തിരിക്കാൻ ഇറാഖും ശ്രമിച്ചു. കലഹവും സംഘർഷങ്ങളും മുറുകി. യുദ്ധം മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടുകൊണ്ടിരുന്നു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇറാഖിനുണ്ടായിരുന്ന മേൽക്കൈ കാലം ചെല്ലുന്തോറും അപ്രത്യക്ഷമായി. 1982 ആയപ്പോഴേക്കും ഇറാൻ സേന സദ്ദാമിന്റെ സൈന്യത്തെ പിന്തള്ളാൻ തുടങ്ങി. അപ്രതീക്ഷിതമായി ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിയുള്ള കരയുദ്ധത്തിൽ ഇറാന്റെ മണ്ണിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സദ്ദാമിന്റെ സൈനികർ ബുദ്ധിമുട്ടി. രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധിയുടെ ലക്ഷണങ്ങളും പ്രത്യക്ഷമായി തുടങ്ങി. ഈ ഘട്ടത്തിൽ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതിയെന്ന് ഇറാഖിന്റെ സൈനികരെ പോലെ ജനങ്ങളും ആഗ്രഹിച്ചു. ആ ദിവസങ്ങളിൽ സദ്ദാം ഹുസൈൻ പ്രകടമായും അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം തന്റെ മന്ത്രിസഭ വിളിച്ചുകൂട്ടി യുദ്ധത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം തുറന്നു പറയാൻ ആവശ്യപ്പെട്ടു. മന്ത്രിസഭയിലെ അംഗങ്ങൾ അധികമൊന്നും പറഞ്ഞില്ല. സദ്ദാമിനെ പുകഴ്ത്തുന്ന ഏതാനും വാക്കുകൾ പറഞ്ഞു. ശേഷം അവർ നിശബ്ദരായി. എന്നാൽ ആ സദസ്സിനെ അമ്പരപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരാൾ സംസാരിച്ചു തുടങ്ങി. സദ്ദാം ഹുസൈന്റെ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി ഡോക്ടർ റിയാദ് ഇബ്രാഹിം. ഇംഗ്ലണ്ടിൽ പഠിച്ച് ആരോഗ്യശാസ്ത്രത്തിൽ ഉന്നത ബിരുദങ്ങൾ നേടിയിട്ടുള്ള ഡോക്ടറാണ് അദ്ദേഹം. കഴിഞ്ഞ മന്ത്രിസഭയിലും ഡോക്ടർ റിയാദ് ആരോഗ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനും സമാധാന ചർച്ചകൾ സുഗമമാക്കുന്നതിനും വേണ്ടി താൽക്കാലികമായി സദ്ദാം ഹുസൈൻ രാജിവെക്കുക. യുദ്ധം അവസാനിക്കുന്നതുവരെ ഒരു താൽക്കാലിക ഒത്തുതീർപ്പാണ് താൻ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഈ പ്രശ്നം പരിഹരിക്കാൻ അതൊരു നല്ല മാർഗമായിരിക്കും, ഡോക്ടർ റിയാദ് ഇബ്രാഹിം അഭിപ്രായപ്പെട്ടു. മന്ത്രിസഭായോഗം നടക്കുന്ന മുറിയിൽ നിശബ്ദത പരന്നു. ആളുകൾ മുഖമുയർത്തി നോക്കാൻ പോലും ഭയപ്പെട്ടു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം സദ്ദാം സംസാരിച്ചു തുടങ്ങി. ഉള്ളിൽ തിളച്ചു പൊങ്ങുന്ന പക മറച്ചുവെച്ചുകൊണ്ട് സൗമ്യഭാവത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഈ അഭിപ്രായത്തെക്കുറിച്ച് ആലോചിക്കാം. തന്റെ സർക്കാരിന്റെ ജനാധിപത്യ ബോധത്തിന്റെ ഉദാഹരണമാണ് ഈ ചർച്ചയെന്നും സദ്ദാം കൂട്ടിച്ചേർത്തു. പക്ഷേ സദ്ദാമിന്റെ പകയുടെ ആഴം എന്തെന്ന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഡോക്ടർ ഇബ്രാഹിം മനസ്സിലാക്കി. അന്ന് സദ്ദാം വീണ്ടും തന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളെ വിളിച്ചുകൂട്ടി. ഇറാഖിലെ ഒരു ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം ഒരു രോഗി മരിക്കാനിടയായ സംഭവത്തെക്കുറിച്ച് സദ്ദാം വിശദീകരിച്ചു. ഇറാൻ നമ്മുടെ സൈനികരോട് ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇവിടെ ആശുപത്രിയിൽ നടന്നിരിക്കുന്നത്. ഓരോ വാചകം പറയുമ്പോഴും ദേഷ്യം കൊണ്ട് സദ്ദാമിന്റെ മുഖം കടുത്തുവന്നു. എന്റെ രാജ്യത്ത് ഇത് ഞാൻ അനുവദിക്കില്ല. ഡോക്ടർ റിയാദ് ഇബ്രാഹിമിന്റെ മുഖത്ത് തറച്ചു നോക്കിക്കൊണ്ട് സദ്ദാം രൂക്ഷമായി പറഞ്ഞു നിർത്തി. അന്ന് തന്നെ ഡോക്ടർ റിയാദ് ഇബ്രാഹിം മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. തന്റെ ജീവൻ തിരികെ കിട്ടിയതിലാണ് ആശ്വാസമെന്ന് ഡോക്ടർ റിയാദ് ഇബ്രാഹിം സുഹൃത്തുക്കളോട് തമാശ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് തെറ്റി. വരാൻ പോകുന്ന വലിയ ദുരന്തത്തെക്കുറിച്ച് അപ്പോൾ അദ്ദേഹത്തിന് സങ്കൽപ്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല.